പൊന്തിക്ക് താഴ്ത്ത് നേരത്തെക്കാട്ടിയും കുറേ വ്യത്യാസമായിട്ടുണ്ട്. ആ കൈയിൻ്റെ പോസ്റ്റർ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ ചേർത്ത് വെക്കും. നല്ലോണം കൈ അടിച്ച നല്ലോണം താഴെ വന്നിട്ട് തന്നെ അടിക്കും. നല്ലോണം നല്ല ഒച്ചയിൽ വരട്ടെ ഒച്ചയില്ല, ഒച്ചത്തിൽ അടി. ആ തന്നെ അടി. ഇത് ഒരു എക്സസൈസാണ്. ഫുള്ള് വരട്ടെ നല്ലോണം. അതേപോലെ തന്നെ ബാക്കും വീടി 2 കൈയും ആ തന്നെ. വരട്ടെ. മുകളിൽ വന്നിട്ട് ബാക്കോട്ടാക്ക്. മുകളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ ബാക്കോട്ട്. ഓക്കെ, ചെറുങ്ങനെ ഒരു 2 പ്രാവശ്യം. ഇത് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടും കേട്ടാ. നീ ഇങ്ങനെയാക്കിയിട്ട് പോട്ടെ. അങ്ങനെ വരുന്നില്ലേ? അത്യാവശ്യം വരുന്നില്ലേ? തിരിച്ചു നിന്നാൽ നേരത്തെ അത് വരാത്തതല്ലേ ഇല്ലേ? ഇനി അപ്പുറത്തേക്കും ഇല്ലേ? വരുന്നില്ല? അത് വന്നിട്ടുണ്ട്. നേരത്തെ അതൊന്നും തൊടാൻ പറ്റുന്നില്ല, ഇപ്പോൾ അത് തൊടാൻ പറ്റി അല്ലേ? അങ്ങനെ ബുദ്ധിമുട്ടില്ലല്ലോ. അത് നോക്കിയാൽ 2 ഭാഗം ഇപ്പം തൊടാൻ പറ്റുന്നുണ്ട് ഇല്ലേ? ഇടത്ത് കുറച്ചുകൂടി വന്നിട്ടുണ്ട്, വലത്ത് കുറച്ചുകൂടി വരാനുണ്ട്. വലത്ത് കുറച്ചുകൂടി വരാനുണ്ട്. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കഴുത്തിന് തിരിച്ചാ എന്നെ കാണുന്നില്ലേ? ഇപ്പോഴോ ബാക്ക് കാണുന്നില്ലേ? നേരത്തെയോ? ഇനി മുകളിലോട്ട് നോക്ക്. മുകളിൽ കാണുന്നില്ലേ? ഇനി തിരിഞ്ഞ് നിന്നിട്ട് ഇങ്ങനത്തെ കഴുത്ത് ഇങ്ങനെ ഫുള്ള് വരട്ടെ. ബോഡി പോവാണ്ട് എന്നെ കഴുത്ത് മാത്രം വരുന്നില്ലേ? നേരത്തെ വരാത്തതല്ലേ? മുകളിൽ ഓട്ടും ഇല്ലേ? പരമാവധി അങ്ങ് സ്ട്രെയിറ്റ് വന്നില്ലേ അല്ലേ? അതിന് നിങ്ങൾ കടുത്തത്തിൽ റെഡിയാക്കണം, ഇരുത്തം റെഡിയാക്കണം കേട്ടോ. അതിൽ വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ആ കാല് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് കുറച്ചുകൂടി മുമ്പോട്ടായി. അതന്നെ നേരത്തെ പോലെ ഉണ്ടോ? ഇരുന്നു. പറ്റുന്നില്ല അല്ലേ? നേരത്തെ ഇത്ര ഇതൊന്നും പറ്റാത്തല്ലേ? ഇനി അടുത്ത ആകുമ്പം തന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഫ്രീ ആവും കേട്ടോ. പറ്റില്ലേ? വലിയ ബുദ്ധിമുട്ടായിട്ടില്ലല്ലോ? അപ്പോൾ അടുത്തതിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും. മറ്റേത് നിങ്ങൾ കടുത്തൊന്ന് റെഡി ആക്കണം കേട്ടോ.